ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് മത്തി ഇഷ്ടമാണോ എന്നത് മത്തി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് ഞാനൊരു 5-6 ചെറിയ ഉള്ളി നല്ലപോലെ ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി കഴുകിയെടുത്തതിന് ശേഷം തൊണ്ടൊന്നും കളയാതെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ വെളുത്തുള്ളിയുടെ ചെറിയുള്ളിലൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മത്തി മാത്രമല്ല കേട്ടോ, ഇതുപോലെ അയില അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മസാല ഇട്ട് കഴിയുമ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും മസാലയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു കളറിൽ വരും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസുള്ള മത്തിയാണ്, ഒരു മീഡിയം സൈസൊക്കെ ഉള്ള മത്തിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി മത്തി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ, എനിക്കെപ്പോഴും ഇവിടുത്തെ മത്തി കഴിക്കുമ്പോൾ തോന്നാറുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മത്തിയുടെ ആ ഒരു ടേസ്റ്റ് ഇവിടെ UAE കിട്ടുന്ന മത്തിക്കില്ല എന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇപ്പോൾ അതേ മത്തിയൊക്കെ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് ആ ഒരു സൈഡൊന്ന് കുക്കായിട്ട് വരുമ്പോൾ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഈ ഒരു മത്തിക്കൊന്നും അധികം വേവില്ലാത്ത മീനാണ്. അപ്പോൾ അതേ തിരിച്ച് ഈ ഒരു സൈഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതുവരെ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഉപ്പിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ആ മസാല റെഡിയാക്കി എടുക്കുന്ന സമയത്ത് തന്നെ അതിലിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡ് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത്, ഒന്ന് കുക്കായി വരുന്ന സമയത്ത് വേണം നമുക്കിത് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ ഒരു സൈഡൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിനിയിപ്പം ഈ സൈഡിലും കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം, നേരത്തെ നമ്മൾ മറ്റേ സൈഡിൽ സ്പ്രിങ്കിൾ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് നമുക്കിത് 2 മിനിറ്റ് കൂടെ ഒന്ന് വെക്കാം. ഒന്നും കൂടെ ആ ഒരു മസാലയ്ക്കൊന്ന് മുരിഞ്ഞ് വരണം. ചിലർക്ക് മീൻ നല്ലോണം മുരിഞ്ഞ് കഴിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് അധികം മുരിയാതെ കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാകത്തിൽ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനുണ്ടല്ലോ, നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. കുറച്ചും കൂടെ ചെറിയ മത്തിയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.